എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഞാനൊരു അയ്യപ്പ വിശ്വാസിയാണ്. ഒരുപാട് മനപ്രയാസം ഉണ്ടാക്കുന്ന വാർത്തകളാണ് നമ്മൾ ശബരിമലയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ അടുത്ത ദിവസം കേൾക്കാനിടയായ വാർത്ത വളരെയേറെ സങ്കടകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, അദ്ദേഹത്തിന് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ബാക്ക് ഹിസ്റ്ററി ഒന്നുമില്ല. അദ്ദേഹം കള്ളനോ ചതിയനോ പറ്റിപ്പുകാരനോ അല്ലെങ്കിൽ സ്ത്രീകളുടെ പിന്നാലെ പോകുന്ന ദൗർബല്യമുള്ള വ്യക്തിയോ ഒന്നുമല്ല. അത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്ന് പറയുമ്പോൾ വളരെ ചെറുതിലേ തുടങ്ങി ചിട്ടപ്പെടുത്തപ്പെട്ട ഒരു മനസ്സാണ്. സംയമനമാണ് അവരുടെ മുഖമുദ്ര. എത്ര തിരക്ക് വന്നാലും ആരോടും കാലുഷ്യമില്ലാതെ, ആരോടും പകയില്ലാതെ, ദേഷ്യമില്ലാതെ, പരിഭവമില്ലാതെ ഈ ശബരിമല ക്ഷേത്രത്തെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആ മനസ്സംയമനം, അത് ശീലിച്ച ഒരാൾക്ക് ഈ പണത്തിനോട് ആർത്തി വരില്ല, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ പങ്കെടുക്കാൻ തോന്നുകയില്ല. അവിടെ നടന്നതൊക്കെ അറിഞ്ഞില്ലേ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ പരിതസ്ഥിതിയും കൂടെ ആലോചിച്ച് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് രാത്രി 11 മണി വരെ തൻ്റെ ധർമ്മത്തിൽ ഉറച്ചു നിന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ അധർമ്മത്തിൻ്റെ പുറകെ പോകാനോ, അല്ലെങ്കിൽ അവരുടെ ഗൂഢാലോചനയിൽ പങ്കെടുക്കാനോ, അല്ലെങ്കിൽ അവരെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ഒക്കെ എവിടെയാണ് സമയം കിട്ടുക? അപ്പോൾ ഈശ്വരനെ ധ്യാനിക്കുന്നവരെ, ഈശ്വരനിൽ പരിപൂർണമായിട്ട് വിശ്വസിച്ച് ഈശ്വരനാണ് ഈ ലോകത്തെ നടത്തുന്നത്, നന്മയും തിന്മയും അദ്ദേഹം അറിയുന്നുണ്ട്, അവർക്ക് ശിക്ഷ കൊടുത്തുകൊള്ളും എന്ന വിശ്വാസത്തോടുകൂടി സ്വധർമ്മം ചെയ്ത് ജീവിച്ചിട്ടുള്ള അനേകം നല്ല മനുഷ്യർക്ക് ഈ സമൂഹം നല്ല ചില ശിക്ഷകളും കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചവരും അതുപോലെ അനേകം മഹാന്മാരെ പീഡിപ്പിച്ചവരും ഒക്കെ ഈ ലോകത്തുണ്ട്. അപ്പം അതേപോലെ അദ്ദേഹത്തിന് മോഷ്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് ദൈവം തന്നെ അദ്ദേഹത്തിന് വളരെ ലളിതമായ ജീവിതം നയിക്കുന്നവരാണ്, സാത്വികരാണ്. ജീവിതത്തിൻ്റെ ആർഭാടങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് പോകേണ്ട അത് ചിന്തിക്കാനുള്ള സമയം തന്നെ ഇല്ലാത്തവരാണ്. അപ്പോൾ 24 മണിക്കൂറും ഈ ആരാധനയുമായി ബന്ധപ്പെട്ട് വളരെ ചെറുതിലേ തുടങ്ങി പഠിച്ചു വന്നിട്ടുള്ള ശീലങ്ങളിൽ നിന്ന് അവർക്ക് മാറാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി അവരുടേതായ കാര്യം, അവരുടെ ധർമ്മം അവർ നിർവഹിച്ചിട്ടുണ്ട്. അവരെ രക്ഷിക്കേണ്ടത് അവരെ ധർമ്മം നിർവഹിച്ച് ജീവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പൊതുജനത്തിന്, ഈ കോടാനുകോടി ഭക്തജനങ്ങൾക്ക് വേണ്ടി സ്വധർമ്മം നിർവഹിച്ച് ജീവിച്ചൊരു മനുഷ്യൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ വിശ്വാസികൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. കാരണം വാക്കുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ മനസാക്ഷി കൊണ്ടെങ്കിലും അദ്ദേഹം ധർമ്മം ചെയ്തിട്ടുണ്ട് എങ്കിൽ ധർമ്മം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കടമയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം വാക്കല്ലാതെ ഇവിടെ മറ്റൊന്നും നമുക്ക് എടുത്ത് കാണിക്കാനില്ല. നമുക്ക് ഒരാളുടെ എന്താണ് ചെയ്തതെന്ന് എടുത്ത് കാണിക്കാൻ സാധിക്കില്ല. ഇനി ഒരിക്കൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എല്ലാ കുറ്റങ്ങളും വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേലെ ചാർത്തി അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ ഈ നിയമപാലകർക്ക് കഴിഞ്ഞെന്ന് വരും. കാരണം അവർക്ക് പലരെയും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ചിലരെ ശിക്ഷിക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ ഇതൊക്കെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കറിയുന്ന കാര്യങ്ങളാണ്. നിരപരാധികളെ ശിക്ഷിച്ചാൽ അവർക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ വേറെ ആരും ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് ദൈവം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം കൂടി ഹിന്ദു മതചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പം ധാർമ്മികരായിട്ടുള്ള ആൾക്കാരെ ശിക്ഷിച്ചാലോ അവരെ പരിഹസിച്ചാലോ അതിൻ്റെ തിക്തഫലം അടുത്ത തലമുറയിൽ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഭക്തര് ദൈവത്തിന് കൊടുക്കുന്ന ധനം അത് എത്ര ചെറുതായാലും വലുതായാലും അതിൽ നിന്ന് ഒരല്പം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എങ്കിൽ അവൻ്റെ കുലം മുടിയും എന്നുള്ളതും അനുഭവ പാഠമാണ്. അതാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വന്ന് പലതരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചവരും ഭഗവാനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വെല്ലുവിളിച്ച് നിന്നവരും ഭഗവാന്റെ അവിടുത്തെ ധർമ്മങ്ങളെ, ആചാരങ്ങളെ ലംഘിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയേറെ ശക്തമായ നടപടികൾ എടുത്തവരും അയ്യപ്പൻ്റെ ശക്തിയെ വെല്ലുവിളിച്ചവരും ഒക്കെ നമുക്കറിയാം.
അവർക്കൊക്കെ ഭഗവാൻ അവരുടേതായ ശിക്ഷകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ തരത്തിലുള്ളൊരു മനുഷ്യനായിരുന്നില്ല ഇദ്ദേഹം. അദ്ദേഹം അയ്യപ്പ വിശ്വാസിയാണ്, നന്മയിൽ വിശ്വസിക്കുന്ന ആളാണ്. അയ്യപ്പനിൽ വിശ്വസിക്കുന്നവർക്ക് നന്മയിൽ വിശ്വസിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വന്തം കഴിവ് ഉപയോഗിച്ചു. അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ധനം ഭക്തജനങ്ങൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം സിദ്ധിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദക്ഷിണയാണ് കൊടുക്കുന്നത്. അത് കൂലിയല്ല, ശമ്പളമല്ല, അതല്ലെങ്കിൽ അവരുടെ ഫീസല്ല, ഇതൊന്നും അല്ല കൊടുക്കുന്നത്. ഭക്തജനങ്ങൾ മനസ്സറിഞ്ഞ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുതന്നെ അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടുന്നതിലധികമാണ്. അപ്പോൾ അദ്ദേഹം ഒരു ധനമോഹിയോ അല്ലെങ്കിൽ കട്ടുപൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം ചോറായിട്ടുള്ള തലമുറകളോളം നമ്മളുടെ കാത്തുരക്ഷിക്കുന്ന ഭഗവാനെ തന്നെ അദ്ദേഹത്തിൻ്റെ ധനം എടുത്ത് ദുരുപയോഗം ചെയ്യണമെന്ന് ഒന്നും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണീരും കരച്ചിലും സങ്കടവും വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് വരുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് അഭിനയിക്കാൻ്റെ ആവശ്യമില്ല. അഭിനയിക്കാൻ അവർക്ക് അറിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അഭിനയം ശീലമില്ല അവരുടെ ജീവിതത്തിൽ. സത്യസന്ധമായിട്ടുള്ളൊരു മുഖമാണ് അവർക്കുള്ളത്. അപ്പോൾ എന്തായാലും ശരി, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർ അദ്ദേഹത്തെ ധാർമ്മികമായിട്ടാണ് ശിക്ഷിക്കുന്നതെങ്കിൽ അത് ഹിന്ദുമതത്തോടും സനാതന ധർമ്മത്തോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം സാഹചര്യം വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് ഈ മറ്റുള്ള കള്ളന്മാരുടെ ചരിത്രമല്ല ഉള്ളത്. ബാക്കി ആ കൂടെ നിന്നവരുടെ എല്ലാം ചരിത്രം നമുക്കറിയാവുന്നതാണ്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നമ്മൾ പലതും അവരെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് ധനത്തിന് മാത്രമല്ല പദവിക്കും അതുപോലെ അങ്ങനെയുള്ള പല മോഹങ്ങളും ദുർമോഹങ്ങളും ഭരിക്കുന്ന മനസ്സോട് കൂടിയിട്ടാണ് അവരൊക്കെ അയ്യപ്പൻ്റെ മുൻപിൽ വന്ന് ധാർഷ്ട്യം കാണിച്ച് നിന്നിട്ടുള്ളതെന്നൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ല. ഭക്തജനങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും മാറ്റിവെച്ച ഒരു മനുഷ്യന് ഒരു ഗതികെട്ട സമയം വരുമ്പോൾ കിണറ്റിൽ പോയ പന്നിക്ക് കല്ലും മുട്ടിയും എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തെ തള്ളി പറയുന്നത് മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജയിച്ചു വരാനുള്ള അവസരം ഭഗവാൻ കൊടുക്കട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും പല കഷ്ടകാലങ്ങളും വരും. കഷ്ടകാലത്തിലൂടെ കടന്നു പോകാത്ത ഈശ്വരന്മാരും ഇല്ല. അതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. സനാതനധർമ്മത്തിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ അഗ്നിപരീക്ഷ നടത്തി അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ഭഗവാൻ അയ്യപ്പനോട് തന്നെ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് സ്വന്തം നിഷ്കളങ്കത തെളിയിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഒരു അയ്യപ്പ വിശ്വാസിയായിട്ടുള്ളതുകൊണ്ട് അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ അധർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.